ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരയ്ക്കുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മഴയല്ലേ. അട്ടപ്പാടിയിൽ ഇന്ന് കുറച്ച് മഴ കുറവുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴക്കാറുണ്ട്. ചില സ്ഥലത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. അട്ടപ്പാടിയിൽ ഇവിടെ ഈ ഭാഗത്ത് മഴ കുറവാണ്. രാവിലെ തൊട്ട് മഴ പെയ്തിട്ടില്ല. അപ്പോൾ 10 ദിവസം നല്ല മഴ പെയ്തല്ലേ. അപ്പോൾ മഴ വിട്ടപ്പോൾ നല്ല ഫ്രഷായിട്ടുണ്ട്. ചെടികളൊക്കെ നല്ല പച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. 10 ദിവസമായിട്ട് ചെടികൾക്കൊന്നും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസമായി തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ടെറസിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഒന്ന് വെയിൽ വന്നാൽ ചൂട് കയറ്റാൻ വേണ്ടി ഇട്ടതാണ്. വെയിലും കാണുന്നില്ല. ഏതായാലും ഒന്ന് ഉണങ്ങിയിട്ട് വേണം മടക്കി വയ്ക്കാൻ. അങ്ങനെ 10 ദിവസം മഴ പെയ്തപ്പോൾ നല്ല ആമ്പൽച്ചെടിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. പച്ച കളറിൽ എന്ത് രസമല്ലേ കാണാൻ. ഏതായാലും നമുക്കിനി ഉച്ചയ്ക്കുള്ള കറി എന്താ വയ്ക്കാമെന്ന് നോക്കാം ഗൈസ്. രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും കഴിച്ചാണ്. ചേട്ടൻ അതാ കഴിച്ചിട്ട് പോയേ. അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്ക് എന്താ കറി വയ്ക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ കുക്കറിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് പരിപ്പ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് 4 തക്കാളി അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വിട്ടാൽ അത് വേകും. അപ്പോൾ നമുക്കത് താളിച്ച് എടുക്കാവുന്നതാണ്. താളിപ്പിനായിട്ട് ഞാൻ 2 സബോള എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഉണക്കമുളക്, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മുള്ളനാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴുകിയെടുക്കണം. ഏതായാലും കുക്കറൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വേണം അത് കഴുകിയെടുക്കാൻ. അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം തൊലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കഴുകിയെടുത്ത ശേഷം ഇനി ഉണക്കമീനൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച മീൻ 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തലയൊക്കെ ഒന്ന് എടുത്ത് കളയാം. ആ വാലും തലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയ ശേഷം കഴുകിയെടുക്കാം. അങ്ങനെ എല്ലാം എടുത്ത് മാറ്റി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. പരിപ്പ് 2 വിസിൽ വന്നിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കറി വയ്ക്കാൻ നോക്കാം. താളിപ്പിനായിട്ട് ഞാൻ അടുപ്പത്ത് ഫാൻ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കുക്കറൊന്ന് തുറന്ന് വയ്ക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഒഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ എണ്ണ ചൂടായതും കടുകിട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നതും അരിഞ്ഞ് വെച്ചിരുന്ന സബോളയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഈ പരിപ്പ് കറി. ഇവിടെ എല്ലാവർക്കും ഈ കറി ഇഷ്ടമാണ്. ഇതിൻ്റെ ഒപ്പം കുറച്ച് രസവും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഉണക്കമീൻ വറുത്തതും രസവും പപ്പടവും എല്ലാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരു 5-6 വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മുറിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ടോ കഴിക്കുമ്പോൾ. അപ്പം അങ്ങനെ 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം കുറച്ചൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ജീരകം, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അതിൽ പരിപ്പ് വേകുമ്പോൾ ഇട്ട് കൊടുത്തതല്ലേ, അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. എന്നാൽ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയ ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരുന്ന പരിപ്പും തക്കാളിയും അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാവുന്നതാണ്.
ഒരു തിള വന്നതും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് മിക്സാക്കിയിട്ട് അത് മാറ്റിയെടുത്ത ശേഷം നമുക്ക് ഉണക്കമീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഉണക്കമീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ഫാൻ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഓരോ പീസായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് ഇത് നല്ലോണം മൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് 2-3 ഫാനൊക്കെ തുടയ്ക്കാണ്ടായിരുന്നു. അതൊക്കെ തുടയ്ക്കായിരുന്നു ഞാൻ. രാവിലെ 2-3 ഫാൻ തുടച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കിയായിരുന്നു. അതും കൂടെ തുടച്ചെടുത്ത് ഇനി പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഓരോ പണികൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഗൈസ്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ ഏതായാലും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റണം. അങ്ങനെ കറിയും ഉണക്കമീൻ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ അടിച്ചു വാരിയിട്ട് വന്നതാണ്. ഇനി മാഫ് ഇടണം. അങ്ങനെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണക്കമീൻ വറുത്തതും പരിപ്പ് കറിയും പിന്നെ റൈസ് ആദ്യം തന്നെ വെച്ചതായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് ചക്ക ചിപ്സ് ഇട്ട് വെച്ചായിരുന്നു. അത് ആറിയിട്ട് വേണം ഇട്ട് വയ്ക്കാൻ. അപ്പോൾ അത് നമുക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിത് അതിലേക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ചക്ക ചിപ്സൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഇട്ട് വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതൊന്ന് എടുത്ത് വെച്ചിട്ട് വേണം വീടൊക്കെ ഒന്ന് മാഫിടാൻ. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല മൊരുമൊരുപ്പുണ്ടാവും. നല്ല ടേസ്റ്റാണ്. മിച്ചറായാലും മുറുക്കായാലും എന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാറ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ പണിയും തീർത്തിട്ട് ഞാൻ കുളിയും കഴിഞ്ഞ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ നിർത്താണ്. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം നാളെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.